അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ബലദ് 14-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ, അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം നൽകൽ. ഔ അല്ലെങ്കിൽ ഇത്ആമുൻ ഭക്ഷണം നൽകൽ, ഫീ യൗമിൻ ദിവസത്തിൽ, ദി ഉള്ള മസ്ഗബ പട്ടിണി. അവർ മലമ്പാതയെ ദുർഘടമായ വഴിയെ താണ്ടിക്കടന്നില്ല, അത് താണ്ടിക്കടക്കാൻ അടിമകളെ മോചിപ്പിക്കണം. പിന്നെയോ ഔ ഇത്ആമുൻ ഫീ യൗമി ദി മസ്ഗബ, പട്ടിണിയുടെ നാളിൽ ഭക്ഷണം നൽകണം, അന്നം നൽകണം. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹുവിലേക്ക് അടുക്കാൻ 2 വഴികളാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ്. ആ പ്രധാനപ്പെട്ട 2 വഴികൾ, ഒന്ന് ആരാധനകളിലൂടെ അവനോടുള്ള അടുപ്പം സ്ഥാപിക്കുക എന്നതാണ്. രണ്ടാമത്തേത് അടിമകൾക്കുള്ള സേവനത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ്. ആരാധനകളിൽ എത്രമാത്രം ചിട്ടയും നിഷ്ഠയും മുന്നേറ്റവും ഉണ്ടോ അത്രമാത്രം മനുഷ്യരോട് സഹാനുഭൂതിയും കാരുണ്യവും സ്നേഹവും അടുപ്പവും സഹായ മനസ്ഥിതിയും എല്ലാം ഉണ്ടാവണം. ഇതിൽ ഒന്ന് കുറഞ്ഞാൽ മറ്റൊന്നിനെ ബാധിക്കും എന്നല്ല, ഇതിൽ ഒന്ന് മറ്റൊന്നിൻ്റെ പൂരകമാണ്. അള്ളാഹുവിലേക്ക് ആരാധനകളിലൂടെ അടുക്കുന്നതോടൊപ്പം മനുഷ്യരിലേക്ക് അടുക്കുകയും അവരെ സഹായിക്കുകയും അവരെ സേവിക്കുകയും ചെയ്യുക എന്നതും വലിയൊരു ആരാധനയാണ്. ആ അർത്ഥത്തിലും അള്ളാഹുവിലേക്ക് അടുക്കണം. വിശുദ്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഉത്തമമായത് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുത്ഇമു തആം വതഖറഉസ് സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, ഭക്ഷണം നൽകലാണ്, പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും സലാം പറയലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അസ്സ വജല്ല സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം ഔ തക്ഷിഫു അൻഹു ഖുർബ ഔ തത്റുദു അൻഹു ജുഅൻ ഔ തഖ്ലി അൻഹു ദൈന. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്നത് അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരനായ അടിമക്ക് സന്തോഷത്തിന് നീ കാരണമാവുക എന്നതാണ്. അല്ലെങ്കിൽ അവൻ്റെ പ്രയാസം നീ ഒഴിവാക്കുക എന്നത്, അവൻ്റെ വിശപ്പ് നീ അകറ്റുക എന്നത്, അവൻ്റെ കടം വീട്ടാൻ നീ വഴിയൊരുക്കുക എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരിക്കൽ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, പ്രവർത്തനത്തിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിൻ സുറൂറ ഔ തഖ്ലി അൻഹു ദൈന ഔ തുത്ഇമഹു ഖുബ്സ, നീ സത്യവിശ്വാസിയായ നിന്റെ ഒരു സഹോദരന് സന്തോഷമുണ്ടാക്കുക, അവൻ്റെ കടം നീ വീട്ടുക, അവന് നീ ഭക്ഷണം നൽകുക എന്നതാണ് അത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും റസൂൽ പറഞ്ഞ മറുപടിയിൽ ഒന്ന് ഭക്ഷണം നൽകുക, അന്നം നൽകുക എന്നതാണ്. സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴികളിൽ ഒന്നായി ഭക്ഷണം നൽകലിനെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. അഫ്ഷുസ്സലാം വഅത്ഇമു തആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. അസ്സലാമു അലൈക്കും, സമാധാനത്തിൻ്റെ അഭിവാദ്യം പ്രചരിപ്പിക്കുക, നിങ്ങൾ ഭക്ഷണം നൽകുക, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക, ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ നിങ്ങൾ നമസ്കരിക്കുക, എങ്കിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ഉള്ളിൽ നിന്ന് പുറവും പുറത്തു നിന്ന് ഉള്ളും കാണാവുന്ന സ്വർഗത്തിലെ മനോഹരമായ സൗകര്യങ്ങളെക്കുറിച്ച്, റൂമുകളെക്കുറിച്ച് പരിചയപ്പെടുത്തി. ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അതാർക്കാണ് ലഭിക്കുക എന്ന്? റസൂൽ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, ലിമൻ അത്വാബൽ കലാം വഅത്അമ തആം വഅദാബ സിയാം വസല്ല ലില്ലാ ബില്ലൈൽ വന്നാസ് നിയാം. സംസാരം നന്നാക്കിയവൻ, ഭക്ഷണം നൽകിയവൻ, നോമ്പ് സ്ഥിരമാക്കിയവൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ അള്ളാഹുവിന് വേണ്ടി രാത്രി നമസ്കരിച്ചവൻ. ഈ ഗുണഗണങ്ങൾ ഒത്തുചേർന്ന വ്യക്തിക്കുള്ളതാണ് സ്വർഗത്തിലെ ആ മനോഹരമായ സൗകര്യങ്ങൾ, റൂമുകൾ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കൊടുത്തത് മാത്രമേ ബാക്കിയാവൂ എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം വീട്ടിനകത്തെ ഒരു അനുഭവത്തിലൂടെ, സംഭവത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു മാംസം പാചകം ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ബഖിയ മിൻഹ, എന്താണ് അതിൽ ബാക്കിയുള്ളത് എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞ മറുപടി, മാ ബഖിയ മിൻഹ ഇല്ലാ കത്തിഫു, അതിൻ്റെ ഒരു തോളിൻ്റെ ഭാഗം മാത്രമാണ് ബാക്കി എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബഖിയ കുല്ലുഹ ഖൈറു കത്ഫിഹ, ആ ഭാഗമൊഴിയെ ബാക്കിയെല്ലാം ബാക്കിയായി എന്നാണ്. അഥവാ കൊടുത്തതാണ് ബാക്കിയാവുക, കൊടുക്കുന്നത് മാത്രമേ ബാക്കിയാകൂ. അതിൽ വളരെ പ്രധാനമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം നൽകുക എന്നത്. ആ ഭക്ഷണം നൽകേണ്ടത് മസ്ഗബയുടെ, അറുതിയുടെ, വറുതിയുടെ, പട്ടിണിയുടെ, പ്രയാസത്തിൻ്റെ, പരിവട്ടത്തിൻ്റെ നാളിലാണ്. അവനവന് ആവശ്യമുള്ളത് തന്നെ, ഉപകാരമുള്ളത് തന്നെ അത് കയ്യിൽ വെച്ചാൽ തനിക്ക് തന്നെ ഗുണപ്പെടുന്നത് എന്തോ അത് തന്നെയാണ് കൊടുക്കേണ്ടത്.
ആവശ്യമില്ലാത്തത് കുപ്പയിൽ കളയുന്നത് അത് കൈക്കുമ്പിളിൽ കൊണ്ടുപോയി ഇടരുത്. യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബി മിസ്കീനം വയതീമ അസീറ. അവർ ഭക്ഷണം കൊടുക്കുന്നത് അതിനോട് ഇഷ്ടമുള്ളപ്പോൾ തന്നെയാണ്. ബാക്കി വന്ന് വേണ്ടാതായി ഒഴിവാക്കേണ്ടത്, കുഴിച്ചിടേണ്ടത് ആർക്കെങ്കിലും കൊടുക്കട്ടെ എന്നല്ല, അവനവൻ ഇഷ്ടമുള്ളത് തന്നെ കൊടുക്കണം. പിന്നെയോ എന്ത് പ്രചോദനത്താലാണ് കൊടുക്കേണ്ടത്? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്ക്, ഒരു പ്രതിഫലം അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അഥവാ അല്ലാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക, അന്നമൂട്ടുക എന്നത് ആ മലമ്പാത താണ്ടിക്കടക്കാനുള്ള രണ്ടാമത്തെ വഴിയാണ്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ആ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക. മീമിന് തൻവീൻ വന്നു, ശേഷം ഫാ വന്നു. യൗമിനി മീമിന് തൻവീൻ വന്നു, ശേഷം ദാല് വന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഫാ ദാല് ഉൾപ്പെടെയുള്ള 15 അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ മറച്ചു മണിക്കണം. ഇഖ്ഫ എന്നാണ് നിയമത്തിന്റെ പേര്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.